Morning to all. Today I am going to teach types of banks. Previous ക്ലാസ്സിൽ നമ്മൾ ബാങ്കിൻ്റെ ഡെഫിനിഷനും ഫങ്ഷൻസും പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് ബാങ്ക് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വരുന്നത് കൊമേഴ്സ്യൽ ബാങ്ക്സ്. ഈ കൊമേഴ്സ്യൽ ബാങ്ക്സ് സാധാരണ ബാങ്ക്സിൻ്റെ സെയിം ഫങ്ഷൻസ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് ആൻഡ് ലെൻഡ് മണി ജനറലി ടു ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ജനറലി കൊമേഴ്സ്യൽ ബാങ്ക്സ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പർപ്പസിനാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് ഈ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയാണ് ലോൺസ് ലെൻഡ് ചെയ്യുക. നമുക്ക് നോക്കാം. ദീസ് ബാങ്ക്സ് പെർഫോം ഓൾ ടൈപ്പ് ഓഫ് ബാങ്കിങ് ഫംഗ്ഷൻ. ഇറ്റ് ഹാസ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് ആൻഡ് ലെൻഡ് മണി ജനറലി ടു ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, ട്രേഡ് ആൻഡ് കൊമേഴ്സിന് വേണ്ടിയാണ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫോർ ഷോർട്ട് പീരീഡ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയാണ് കൊമേഴ്സ്യൽ ബാങ്ക്സ് മണി ലെൻഡ് ചെയ്യുന്നത്. സോ ദീസ് ബാങ്ക്സ് നോർമലി ലേൺ ഷോർട്ട് ടേം ലോൺസ് ടു ബിസിനസ് മെൻ ആൻഡ് ട്രേഡേഴ്സ് ആൻഡ് അവോയ്ഡ് മീഡിയം ആൻഡ് ലോങ് ടേം. മീഡിയം ആൻഡ് ലോങ് ടേം ലെൻഡിങ് നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്ക്സ് അവോയ്ഡ് ചെയ്യുന്നു. അവർ മെയിനായിട്ട് ഷോർട്ട് ടേം ലോൺസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക. ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയാണ് കൊമേഴ്സ്യൽ ബാങ്ക്സ്, സ്പെഷ്യലി ട്രേഡ് ആൻഡ് കൊമേഴ്സിന് വേണ്ടിയാണ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. ഇൻഡസ്ട്രിയൽ ബാങ്ക്സിന് പറയുന്ന വേറെ പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കൊമേഴ്സ്യൽ ബാങ്കിനെ സംബന്ധിച്ചോളം അവർ ഷോർട്ട് ടേം ലോൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ലോങ് ടേം, മീഡിയം ആൻഡ് ലോങ് ടേം ലോൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് പറയുന്ന വേറെ പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്. These banks are known as investment. It mainly meet the requirement of medium and long-term financial need of industrial concern. അതുപോലെ തന്നെ മറ്റേത് ട്രേഡ്, കൊമേഴ്സ്യൽ ബാങ്ക്സ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഫങ്ഷൻസ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ലോങ് ടേം ലോൺസ് ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ആക്സെപ്റ്റ് ലോങ് ടേം ഡെപ്പോസിറ്റ്, ഇറ്റ് ഗ്രാൻഡ് ലോങ് ടേം ലോൺസ്, it help to sell or to undertake the debentures and shares of industrial concerns-ൻ്റെ ഡിബഞ്ചേഴ്സും ഷെയർസും വിൽക്കാനും വാങ്ങാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി ജനറൽ ഇക്കണോമിക് പൊസിഷൻ ഓഫ് ദി ഇക്കോണമി. നിലവിലുള്ള ഇക്കോണമിൻ്റെ ഇക്കണോമിക് പൊസിഷൻ എന്താണെന്നുള്ള ഇൻഫർമേഷൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടു ഇൻഡസ്ട്രീസിന് വേണ്ട ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസ് ഇൻഡസ്ട്രിയൽ കൺസേൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ് ഗൈഡ്ലൈൻസ് ടു കസ്റ്റമേഴ്സ് ഫോർ പർച്ചേസിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേണിൻ്റെ ഷെയർസ് വാങ്ങാൻ വിൽക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഗേവ്സ് അഡ്വൈസസ് ടു ഇൻഡസ്ട്രിയൽ കൺസേൺ ടു മേക്ക് റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. റൈറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻഡസ്ട്രിയൽ കൺസേണിന് അഡ്വൈസ് കൊടുക്കുന്നു. അഡ്വൈസ് ഈസ് ഗീവൻ ടു ദി ഗവൺമെൻറ് ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഇൻഡസ്ട്രിയൽ കൺസേൺ. ഇൻഡസ്ട്രിയൽ കൺസേണിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതും നമ്മുടെ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് അഗ്രികൾച്ചർ ബാങ്ക്സ്. നമുക്ക് വേർഡിൽ നിന്ന് തന്നെ അറിയാമല്ലോ, അഗ്രികൾച്ചർ ബാങ്ക്സ് എന്താ ആർക്ക് പ്രൊവൈഡ് ചെയ്യുക? അഗ്രികൾച്ചറിസ്റ്റിന് അല്ലേ. അഗ്രികൾച്ചർ ബാങ്ക്സിൽ നമ്മുടെ ദീസ് ബാങ്ക്സ് പ്രൊവൈഡ് ഫിനാൻസ് ടു അഗ്രികൾച്ചർ പർപ്പസ് ഇൻ മോസ്റ്റ് ഓഫ് ദി കൺട്രീസ്. ബാങ്ക്സ് ആർ ഫോംഡ് ഓൺ കോപ്പറേറ്റീവ് ബേസിസ്. ഇൻ ഇന്ത്യ ദർ ആർ 2 type ഓഫ് അഗ്രികൾച്ചർ ബാങ്ക്. അതായത് ഇന്ത്യയിൽ 2 ടൈപ്പ് അഗ്രികൾച്ചർ ബാങ്കാണ് ഉള്ളത്. ഫസ്റ്റ് വരുന്നത് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്കും സെക്കൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കും. ഇങ്ങനെ 2 തരത്തിലുള്ള അഗ്രികൾച്ചർ ബാങ്ക്സ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഈ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഷോർട്ട് ടേം ലോൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ലോങ് ടേം ലോൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അഗ്രികൾച്ചർ ബാങ്ക്സ് ഇന്ത്യയിൽ 2 ടൈപ്പാണുള്ളത്. അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്കും ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കും. അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്ക് ഷോർട്ട് ടേം ലോൺസും അതുപോലെ തന്നെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ലോങ് ടേം ലോൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സേവിങ് ബാങ്ക്സ്. നമുക്ക് വേർഡിൽ നിന്ന് തന്നെ അറിയാം. അതായത് സേവിങ്സ് കൂട്ടാൻ, നമ്മുടെ പീപ്പിളിൻ്റെ സേവിങ്സ്, ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ സേവിങ്സ് മൊബിലൈസ് ചെയ്യാനായിട്ട്, ആ ഒരു ഹാബിറ്റ് മൊബിലൈസ് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്ത ബാങ്കാണ് സേവിങ് ബാങ്ക്സ്. These are specialized banks which mobilize the saving of the pupil.
ഇറ്റ് പ്രൊമോട്ട് ദ സേവിങ് ഹാബിറ്റ് ഓഫ് ദി പീപ്പിൾ. അതായത് ഇപ്പം നമ്മൾ പോസ്റ്റൽ സേവിങ് ഡെപ്പോസിറ്റ് ഒക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇൻഡിവിജ്വൽസിൻ്റെ സേവിങ് ഹാബിറ്റ് മൊബിലൈസ് ചെയ്യാനാണ് ഈ പോസ്റ്റൽ സേവിങ് അതുമായിട്ടുള്ള സർവീസുകൾ അതുമായിട്ടുള്ള ബാങ്ക്സ് ഫങ്ഷൻ ചെയ്യുന്നത്. മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽസിൻ്റെ സേവിങ് ഹാബിറ്റ് മൊബിലൈസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് സെൻട്രൽ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ബാങ്കിങ് ആൻഡ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ബാങ്കിങ് ആൻഡ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി. നമ്മുടെ സെൻട്രൽ ബാങ്ക്, നമ്മുടെ ഇന്ത്യയിൽ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഏതാ? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെയാണ് നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. Central Bank is the lender of all banking institution of a country. It regulate, control and supervise the monetary and credit system of the country. ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററിയും അതുപോലെ തന്നെ ക്രെഡിറ്റ് സിസ്റ്റത്തിനെയും സൂപ്പർവൈസ് ചെയ്യുന്നതാണ് ഈ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് ഇറ്റ്സ് മെയിൻ ഫങ്ഷൻസ് കൺസിസ്റ്റ് ഓഫ്, നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണെന്ന് ഇനി പറയുന്നത്. മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ, അതായത് കറൻസി ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മോണോപോളി ഇരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്, ഇന്ത്യയിലിട്ടാ. നെക്സ്റ്റ്, ആക്ട് ആസ് ബാങ്കർ ടു ഗവൺമെൻറ്റിൻ്റെ ഒരു ബാങ്കറായിട്ട് സെൻട്രൽ ബാങ്ക് ആക്ട് ചെയ്യുന്നു. ആക്ട് ആസ് എ ബാങ്കർ ടു ദി ഗവൺമെൻറ്റിൻ്റെ ഒരു ബാങ്കറായിട്ടും നമ്മുടെ സെൻട്രൽ ബാങ്ക് എക്സിസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ആക്ട് ആസ് ബാങ്കേഴ്സിൻ്റെ ബാങ്കറായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വർത്തിക്കുന്നുണ്ട്. ആക്ട് ആസ് ബാങ്കേഴ്സ് ബാങ്ക്. നെക്സ്റ്റ്, ആക്ട് ആസ് കൺട്രോളർ ഓഫ് ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതായിട്ടും നമ്മുടെ സെൻട്രൽ ബാങ്ക് വർത്തിക്കുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ ഒരു കസ്റ്റോഡിയനായിട്ടും സെൻട്രൽ ബാങ്ക് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ആക്ട് ആസ് എ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. എല്ലാ ബാങ്കുകളുടെയും ലാസ്റ്റ് റിസോർട്ടായിട്ട് വർത്തിക്കുന്നത് RBI ആണ്, സെൻട്രൽ ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇറ്റ് ഫങ്ഷൻ ആസ് ദ ബാങ്ക് ഓഫ് സെൻട്രൽ ക്ലിയറൻസ് സെറ്റിൽമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ. അതുപോലെ തന്നെ സെൻട്രൽ ക്ലിയറൻസ് സെറ്റിൽമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫറിനും വേണ്ടിയും ഈ സെൻട്രൽ ബാങ്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഫസ്റ്റ് വരുന്നത് മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ, ആക്ട് ആസ് എ ബാങ്കർ ടു ദി ഗവൺമെൻറ്, ആക്ട് ആസ് ബാങ്കേഴ്സ് ബാങ്ക്, ആക്ട് ആസ് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, ആക്ട് ആസ് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ആക്ട് ആസ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ഇറ്റ് ഫങ്ഷൻ ആസ് ദ ബാങ്ക് ഓഫ് സെൻട്രൽ ക്ലിയറൻസ് സെറ്റിൽമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. നെക്സ്റ്റ് വരുന്നത് വേൾഡ് ബാങ്കാണ്. വേൾഡ് ബാങ്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഇറ്റ്സ് മെമ്പർ കൺട്രീസ് ഓഫ് ദ വേൾഡിലെ മെമ്പർ കൺട്രീസിന് വേണ്ടി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതാണ് വേൾഡ് ബാങ്ക്. ആഫ്റ്റർ ദ വേൾഡ് വൈഡ് ഡിപ്രഷൻ ആൻഡ് വേൾഡ് വാർ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേർ ഫോംഡ്. നമ്മളുടെ വേൾഡ് വാറിന് ശേഷം അതുപോലെ തന്നെ വേൾഡ് വൈഡ് ഡിപ്രഷന് ശേഷം 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്ത കാര്യം പറയുന്നുണ്ട്. ഫസ്റ്റ്, IMF ആൻഡ് IBRD, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആൻഡ് ഇൻ്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, IBRD. ഇങ്ങനെ 2 തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേൾഡ് വാറിന് ശേഷം അതുപോലെ തന്നെ നമ്മുടെ ഡിപ്രഷന് ശേഷവും 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്തിട്ടുണ്ട്. IMF വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊവൈഡ് ഷോർട്ട് ടേം ഫണ്ട് ടു ഓവർകം ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിഫിക്കൽറ്റീസ് ഓവർകം ചെയ്യാനായിട്ട് ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യാനാണ് IMF എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പം മെയിനായിട്ട് ഈ വേൾഡ് ബാങ്ക് ഫോം ചെയ്തേക്കുന്നത്, ഇപ്പം നമ്മളുടെ ഒരു രാജ്യത്ത് വാറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാജ്യത്ത് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസ് ഓവർകം ചെയ്യാനായിട്ട്, ആ ഡിഫിക്കൽറ്റി ഓവർകം ചെയ്യാനായിട്ടാണ് ഈ വേൾഡ് ബാങ്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കാം. വേൾഡ് ബാങ്ക് വാസ് ഫോംഡ് ടു പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ഫോർ ദ പർപ്പസ് ഓഫ് റീകൺസ്ട്രക്റ്റിംഗ് ദ വാർ ഡാമേജ്ഡ് എക്കണോമിക്സ്. അതായത് വാറിൽ ഡാമേജ് വന്ന കൺട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഈ
വേൾഡ് ബാങ്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ലെസ് ഡെവലപ്ഡ് എക്കണോമിസ്റ്റിനും. അപ്പോൾ നമ്മുടെ വേൾഡ് ബാങ്ക് പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറയുന്നുണ്ട്. IMF, അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് IBRD, ഇങ്ങനെ 2 തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വേൾഡ് ബാങ്കിൻ്റെ കാര്യം. ഇനി ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതായത് ബ്രിക്സിനെ പറയണ ബ്രിക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ബ്രിക്സ് എന്ന് പറഞ്ഞ ഓരോ രാജ്യങ്ങളുടെ പേര് കൂട്ടിച്ചേർന്നത്, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇതാണ് ബ്രിക്സിൻ്റെ ബ്രിക്സ് എന്ന ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ. The BRICS formally refers to the BRICS Development Bank is multilateral development bank. മൾട്ടിലാറ്ററൽ എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ മൾട്ടിലാറ്ററൽ എന്ന് പറയുന്നത്. ബൈ ബ്രിക്സ് സ്റ്റേറ്റ് ഏതൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ആസ് എൻ ഓൾട്ടർനേറ്റീവ് ടു ദി എക്സിസ്റ്റിംഗ് ഡൊമിനേറ്റഡ് വേൾഡ് ബാങ്ക് ആൻഡ് IMF, അതായത് നിലവിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന വേൾഡ് ബാങ്കിനും IMFനും ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ ബ്രിക്സ് ഫോം ചെയ്തിരിക്കുന്നത്. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ബ്രിക്സ്, അതിൽ വരുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ബാങ്കിങ് വന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.